ഞാനൊരു പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്യാൻ വെച്ച് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് കളറ് മാറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്ത് അതിരിക്കുകയാണ്. നന്നായി അലിഞ്ഞ് ചേരണം. പിന്നെ അതിൻ്റെ കളറ് നന്നായി ചേഞ്ച് ചെയ്യണം. കറുത്ത് പോകരുത്. കരിഞ്ഞു പോയാൽ പിന്നെ കേക്കിന് ആ മണം വരും. നമ്മൾ കളറ് നോക്കി നന്നായി നോക്കി എടുക്കണം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അപ്പൂന് കേക്ക് തിന്നണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കേക്ക് തിന്നാനൊന്നുമല്ല, അതിൽ തന്നെ നട്ട്സും ബിസ്മസൊക്കെ തിന്നാനാണ്. എന്നാലും വേണ്ടില്ല, അവൻ പറഞ്ഞല്ലേ വെച്ച് ഞാൻ വേഗം ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ചെറിയ കേക്കായിട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ കളറിപ്പോൾ ഒരു ഇതായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ 1 ഗ്ലാസ്. അപ്പോൾ അതൊഴിക്കാം. തണുത്ത വെള്ളം ഒഴിക്കരുത്, മേത്ത് പൊട്ടി തെറിക്കൂട്ടാ. എന്നാൽ സൂക്ഷിച്ച് ഒഴിക്കണം. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് കട്ടിയായിട്ട് തോന്നുന്നത് കൊണ്ട് അത് നോക്കണ്ട. നമ്മൾ ഇളക്കി കൊടുത്ത് ശരിയാക്കി എടുക്കാം. അപ്പോൾ അതായി വരുന്നുണ്ട്. ഞാനിപ്പം 2.5 ഗ്ലാസ് മൈദയാണ് എടുത്തത്. 2 കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട്. അതെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കരയാമ്പൂവ് 2 എണ്ണം, കറുവപ്പട്ട ഒരു ചെറിയ കഷ്ണം, പിന്നെ ഏലക്കായ തൊലി കളഞ്ഞത് 2 എണ്ണം ഒക്കെ പൊടിച്ച് 2 ടീസ്പൂണും പഞ്ചസാരയിൽ പൊടിച്ച് അതും കൂടി ഇതിൽ ചേർത്തായിരുന്നു. അത് ഞാൻ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ നന്നായി ഇളക്കി അത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കണം. ഒരു 3 തവണ അരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലത്തെ ആ തരികൾ പോവാനും. ഇപ്പം ഞാൻ കരയാമ്പൂ ഏലക്കായും കറുവപ്പട്ടയൊക്കെ അടിച്ച് അതിനെന്തായാലും തരികളുണ്ടാവും. അപ്പോൾ ആ തരി അത് കിട്ടും. പിന്നെ അത് മാത്രമല്ല ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടല്ലേ. അപ്പോൾ അത് ആ പൊടിയിൽ എല്ലാ ഭാഗത്തും എത്താനും വേണ്ടിയിട്ട് ഒരു 3 തവണ അരിക്കുക. ഞാനിപ്പോൾ ഇതിൽ 1 തവണ അരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 3 തവണ എന്തായാലും ചെയ്തോളാം. അപ്പോൾ അത് എല്ലാ ഭാഗത്തും എത്തുക. അതഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഞാനിപ്പോൾ കുറച്ച് നട്ട്സ് അണ്ടിപ്പരിപ്പും കിസ്മസും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഈ പൊടിയിൽ നിന്ന് തന്നെ കുറച്ചിട്ട് വയ്ക്കുക. അത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ അടി പിടിക്കുന്നു. ഇതിങ്ങനെ പൊടിയിലിട്ട് വയ്ക്കുകയാണെങ്കിൽ അത് അങ്ങനെ എല്ലാ ഭാഗത്തും ചേർന്ന് വന്നോളും. പിന്നെ ഞാനിതിരി നാരങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടി അതിൽ ചേർക്കണം. അപ്പോൾ അതൊക്കെയാണ് ഉള്ളത്. പിന്നെ 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പൊടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 2 ടീസ്പൂണ് കറുവപ്പട്ട അതൊക്കെ പൊടിക്കാനായിട്ട് എടുത്തു. പിന്നെ 4 സ്പൂണ് നമ്മൾ കാരമലൈസ് ചെയ്യാനെടുത്തു. 1 ഗ്ലാസ് ഇപ്പോൾ ഇത് പൊടിക്കാനെടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര പൊടിച്ച് വരാം. അപ്പോൾ പഞ്ചസാര പൊടിച്ച് കൊണ്ടുവന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് ഓയിൽ ഒഴിക്കാം. 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇനി അതിലേക്ക് 4 മുട്ട.
4 മുട്ട എടുത്തിട്ട് ഒഴിക്കുക. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ അങ്ങനെ പൊട്ടിച്ച് അങ്ങനെ ഒഴിച്ച് ശീലമില്ലാത്തവരാണെങ്കിൽ വേറെ പാത്രത്തിൽ ഒഴിച്ചിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ തരിയൊക്കെ അതിൽ പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിക്കാൻ അറിയുന്നവർ കുഴപ്പമില്ല, നമുക്ക് ശീലമായി അതിൽ നിന്ന് പോകാണ്ടൊക്കെ നോക്കാം. അപ്പോൾ തുടക്കക്കാരൊക്കെ ഒരു പാത്രത്തിൽ ആക്കിയിട്ട് അതങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം 4 മുട്ട ആയിരിക്കും ഒഴിക്കുക. ഇനി നമുക്ക് ആവശ്യം വാനില എസൻസാണ്. അപ്പോൾ അതൊരു സ്പൂൺ ഒഴിക്കാം. അപ്പോൾ കഴിഞ്ഞു. ഒരു സ്പൂണ് വാനില എസൻസ് കൂടി ഒഴിച്ചാൽ എല്ലാതായി. ഇനി എല്ലാതും കൂടി അടിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് അതൊഴിച്ച്, അതിനിടയിൽ ഞാൻ 2 പാത്രം ശരിയാക്കി വെച്ചിട്ടുണ്ട്, നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടിച്ച് കൊണ്ടുവന്ന് ഞാൻ ഒഴിച്ചു. ഇനി അതിലേക്ക് പൊടിയിട്ട് കൊടുക്കുക. കുറേശ്ശെ പൊടിയിട്ട് കൊടുത്ത് ഇളക്കി എടുക്കുക. ഞാൻ ആവിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 പാത്രത്തിൽ വെള്ളം വെച്ച് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം തിളച്ച് വരാറായി ഒരുങ്ങിയിട്ട്, അപ്പോഴേക്കും നമ്മളിത് കലക്കി 2 പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വേറെ കേക്ക് ടിന്നൊന്നല്ല, എൻ്റെ കയ്യിലുള്ള ചെറിയ പാത്രങ്ങൾ 2 എടുത്തിട്ട് അതിൽ ആക്കാനാണ്. അപ്പോൾ അതിൽ ഞാൻ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാക്കിയിട്ട് അതിലൊഴിച്ചാൽ മതി. കേക്കിൻ്റെ പണികളൊക്കെ ഏകദേശം തീരാറായി. ഇപ്പോൾ കാരമലൈസ് ചെയ്തത് നമുക്ക് ഒഴിക്കാം. എനിക്ക് കുറച്ച് പൊടിയും കൂടി ഇടാണ്ട്, അപ്പോൾ അത് ഇനി വെള്ളം ആവശ്യമാണ്. അപ്പോൾ കാരമലൈസ് ചെയ്തത് ഒഴിക്കാം. പാത്രത്തിൻ്റെ പകുതി ഭാഗം ഒഴിക്കുമല്ലോ, അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അതിനൊരു മൂടിയൊക്കെ വയ്ക്കാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂടി വെള്ളയിലേക്ക് വീഴുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ സ്റ്റീലിൻ്റെ മറ്റേ ഇതുകൊണ്ട് ചെയ്യണം. ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ഓറഞ്ചിൻ്റെ തൊലി ഇടാം. പിന്നെ നമ്മുടെ നട്ട്സ് ഇടാം. അതും കൂടി അതിൽ മിക്സ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് അടിയിൽ കിടക്കില്ല, അതെല്ലാ ഭാഗത്തും ഇങ്ങനെ നിന്നോളും. മറ്റേ നമ്മൾ നോക്കുമ്പോൾ കേക്കിൻ്റെ അടിഭാഗത്ത് മാത്രം നട്ട്സ് ഒക്കെ കിടക്കും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗത്തും നിന്നോളും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പൊടിയിലിട്ട് വയ്ക്കുന്നത്. ഇനി നമ്മൾ ശരിയാക്കി വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
രണ്ട് സോസ് പാൻ പോലത്തെ പാത്രം എടുത്തോളൂ. ചെറുതാണ്, എൻ്റെ അരഭാഗം വീതം ഒഴിച്ചാൽ മതി. രണ്ടെണ്ണമായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. പകുതി വെച്ചാൽ അപ്പോൾ 2 കേക്കിനുള്ളതായി. പകുതിച്ച് വെച്ചാൽ മതി. സ്റ്റീലിൻ്റെ കോയിൽ വെച്ചിട്ട് അടയ്ക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത തന്നെ പാത്രം വെച്ച് അടച്ചാണ്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടത് പൊന്തി മുകളിലേക്ക് വരില്ല, അത്ര തന്നെ വരില്ല. അതിന് അരഭാഗം ഒഴിച്ചിട്ടുള്ളൂ ഞാൻ. അപ്പോൾ അതുകൊണ്ട് പേടിക്കാനില്ല. അപ്പോൾ അത് അടച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ വെള്ളം അതിലേക്ക് വീഴില്ല. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കേക്കൊക്കെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ കുത്തി നോക്കിയപ്പോൾ കേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇറക്കാവുന്നുള്ളതിൽ കേക്ക് നന്നായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തണുക്കാൻ വയ്ക്കാം. ഇതിപ്പോൾ ആയി വന്നു. ഇതിപ്പോൾ അപ്പുവിന് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പു ഭയങ്കര ലഹളയാണ്. മുറിക്കാനൊന്നും നേരമില്ല. അപ്പുവിന് ഇപ്പോൾ ഇത് അങ്ങനെ തന്നെ കിട്ടണം എന്നുള്ള മട്ടിലാണ് അപ്പു നിൽക്കണം. എന്താ അവിടെ നിന്ന് കരയുന്നുണ്ട്. മുറിക്കാനൊന്നും നേരമില്ല. ഞാൻ ഒരു കണക്കിന് മുറിച്ചു എന്നുള്ളൂ. കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ കൊണ്ട് ഓടി.